നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. വി.ഡി. സതീശൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. ഇതേവരെ നാളെ കൗണ്ടിംഗ് ആണ്. തിരുവനന്തപുരം യാത്രയാണ്, സാധാരണ യാത്രയല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരം യാത്രയാണ് തലേ ദിവസത്തെ. അർജുൻ പട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ പട്ടന്നൂർ, വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ യാത്രയാണ്. ഒരുപക്ഷെ വി.ഡി. സതീശൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര എന്ന് പറയാം. പുതുയുഗ യാത്ര ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിപക്ഷ നേതാവും സുരേഷ് ഗോപിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടായി. സുരേഷ് ഗോപി വന്ദേഭാരതിലാണ് വന്നത് എന്ന് തോന്നുന്നു. അവിടെ വന്ദേഭാരതിൽ യാത്ര ചെയ്യാനായിട്ട് വന്നതാണ് എന്ന് തോന്നുന്നു. അർജുൻ പട്ടന്നൂർ ചോദ്യങ്ങൾക്കൊന്നും രാവിലെയും പ്രതികരിച്ചില്ല. രാവിലെ കാൽനാട്ടൽ ചടങ്ങുണ്ടായിരുന്നു ഡോൺ ബോസ്കോ പള്ളിയിൽ. അപ്പോഴും നമ്മൾ ചോദിച്ചു, അപ്പോഴും നാളെ എന്ന് തന്നെയാണ് പറഞ്ഞത്. ചിരിയും ആത്മവിശ്വാസവും ഒക്കെയുണ്ട്. നാളെ ക്ലിഫ് ഹൗസ് കന്റോൺമെന്റ് ഹൗസിലിരുന്നായിരിക്കും നാളെ വി.ഡി. സതീശൻ ആദ്യം വോട്ടെണ്ണൽ കാണുക. പിന്നീടാണ് KPCC ഓഫീസിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പുഞ്ചിരിയാണല്ലേ ഇപ്പോഴും, പ്രതീക്ഷ കൈവിടാത്ത ചിരി. അർജുൻ പട്ടന്നൂർ. ഉറപ്പായും ഡോക്ടർ അരുൺകുമാർ, വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുള്ളത്. അരുൺകുമാർ പറഞ്ഞതുപോലെ വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഇത് ഏറെ നിർണായകമായ യാത്രയാണ്. 5 വർഷം പ്രതിപക്ഷത്തെ നയിച്ച വി.ഡി. സതീശൻ വലിയ ആത്മവിശ്വാസത്തിൽ 100 സീറ്റ് നേടും എന്നായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. നാളെ വോട്ടെണ്ണലിന് ശേഷം പ്രതികരിക്കാം എന്ന് മാത്രമാണ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹം മണ്ഡലത്തിൽ വിവിധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം പാലായിൽ ലിജോ കാപ്പന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സന്ധ്യയോടുകൂടി 7:15 അദ്ദേഹം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയാകാനുള്ള യാത്രയാണോ എന്നതടക്കം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിനൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം നിറച്ചിരിയോടുകൂടി ചോദ്യങ്ങൾ നേരിടുകയായിരുന്നു ചെയ്തത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കണ്ടിരുന്നു. അവിടെ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്തേക്ക് അതേ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് എത്തിയത്. അവർ തമ്മിൽ കുശലാന്വേഷണം ഉണ്ടായി. അതിനുശേഷം ഇരുവരും ഒന്നിച്ചാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നാളെ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്നായിരിക്കും ജനവിധി അറിയാൻ പോകുന്നത്. അതിനുശേഷം KPCC ഓഫീസിലേക്ക് എത്തി അദ്ദേഹം പ്രതികരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി, വലിയ പ്രതീക്ഷയോടുകൂടി പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അർജുൻ പട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.